Intelsat 1766 degree east C-band satellite ഒരു നല്ല ട്രാക്കിംഗ് വീഡിയോ ആയിട്ടാണ് ടെക്നിക്കൽ സർക്യൂട്ട്സ് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നത്. ഞാൻ സുരേഷ് അമ്പലപ്പുഴ. ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് വർക്കല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് തിരുവനന്തപുരം വരെ പോകേണ്ട ആറ്റിക്കലിന് തൊട്ട് മുമ്പായിട്ടുള്ള സ്ഥലമാണ് വർക്കല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇടാൻ ഒരു പ്രത്യേക കാരണം കൂടെ ഉണ്ട്. അതായത് ഞാൻ ആ ഒരു സിഗ്നൽ നോക്കിയ സമയത്ത് നല്ല സിഗ്നലാണ് എനിക്ക് വീട്ടിൽ കിട്ടിയത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിൻ്റെ ഡിഷിൽ യൂറോസ്റ്റാർ 1 കേബിൾ സൊല്യൂഷൻ LNB ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു സിഗ്നൽ കിട്ടിയത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് 1 കേബിൾ സൊല്യൂഷൻ LNB ആണ്. ഇത് ഗൾഫിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള 1 കേബിൾ സൊല്യൂഷൻ LNB. അതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നവരുടെ നിന്ന് നമ്മൾ വാങ്ങിച്ചാലും നല്ല എമൗണ്ട് ആകും ഈ ഒരു LNBക്ക്. യൂറോസ്റ്റാറിൻ്റെ 1 കേബിൾ സൊല്യൂഷൻ LNB അത്യാവശ്യം നല്ല സിഗ്നലാണ് കിട്ടുന്നത് ഈ ഒരു LNB വെച്ച് കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, Intelsat 1766 ഡിഗ്രി ഈസ്റ്റ് C-band സാറ്റലൈറ്റിന് ഇപ്പോൾ വളരെ സിഗ്നൽ കുറവാണ് 6 ഫീറ്റിലേക്ക് കിട്ടാൻ. സോളിൻ്റെ ഡിഷിൽ അങ്ങനെയുള്ള ഡിഷിൽ ചില ഡിഷിലാണ് നല്ല കനമുള്ള ഡിഷിലാണ് നല്ല സിഗ്നൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നല്ല കനമുള്ള ഡിഷിൽ ഒരു നല്ല LNB കൂടെ വെക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സിഗ്നൽ കിട്ടും. എല്ലാ ചാനലും മാക്സിമം കിട്ടും. എന്നാലേ മംഗളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ഫീറ്റ് ഡിഷ് തന്നെ ഉപയോഗിക്കണം. മംഗളം കിട്ടത്തില്ല. പക്ഷെ എനിക്ക് കലൈഞ്ചറിൻ്റെ സിഗ്നൽ വരെ കിട്ടി. അതാണ് ഈ ഒരു 6 ഫീറ്റിലെ കലൈഞ്ചർ സിഗ്നൽ കിട്ടി. ഈ ഒരു യൂറോസ്റ്റാർ LNBയുടെ പ്രത്യേകതയാണ് ആ ഒരു കലൈഞ്ചറിൻ്റെ ഒക്കെ സിഗ്നൽ കിട്ടിയത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഓപ്പൺ ഏരിയ ആണ്. അത് തന്നെയാണ് നല്ല സിഗ്നൽ കിട്ടാൻ കാരണം. ഞാൻ വേറൊരു കാര്യം പ്രത്യേകം പറയുകയാണ്. അതായത് നമുക്ക് ഹൊറിസോണ്ടൽ സിഗ്നൽ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഹൊറിസോണ്ടൽ സിഗ്നൽ ഈസി ആയിട്ട് കിട്ടും. പക്ഷെ വെർട്ടിക്കൽ സിഗ്നൽ കിട്ടാനാണ് പാട്. നല്ല ഓപ്പൺ ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടും, വെർട്ടിക്കൽ സിഗ്നൽ കിട്ടും. പക്ഷെ ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമ്മുടെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ Intelsat 17 ആ ഒരു പോർഷനിൽ ഏതെങ്കിലും മരങ്ങളുടെ തടസ്സം നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് വെർട്ടിക്കൽ ചാനൽസ് കിട്ടാനുള്ള ഒരു തടസ്സം ഉണ്ടാവും. ഈ ഒരു ഇൻസ്റ്റലേഷന് തൊട്ട് മുമ്പ് തന്നെ എറണാകുളത്ത് എരവല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ സോളിൻ്റെ സെയിം ഡിഷിൽ സോളിൻ്റെ LNB വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തു. അതിനകത്ത് നമുക്ക് എല്ലാ ഹൊറിസോണ്ടൽ ചാനൽസും കിട്ടുന്നുണ്ട്, പക്ഷേ വെർട്ടിക്കൽ ചാനൽസ് കിട്ടുന്നില്ല. അത് ആ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ സെയിം ഡിഷ് തന്നെയാണ് നമ്മൾ 2 ലൊക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ കിട്ടാത്തതിൻ്റെ കാരണം അത് തന്നെയാണ്, വെർട്ടിക്കൽ സിഗ്നൽ ബ്ലോക്ക് ആവുന്നുണ്ട് അവിടെ. ഈ ഒരു സമയത്ത് Intelsat 17ന് 8 ഫീറ്റ് ഡിഷാണ് മിനിമം വേണ്ടത്. എന്നാൽ 6 ഫീറ്റ് ഡിഷ് നല്ല 6 ഫീറ്റ് ഡിഷിൽ കിട്ടുന്നുണ്ട്. അതായത് നല്ല തകിടിന് കനമുള്ള 6 ഫീറ്റ് ഡിഷിൽ കിട്ടുന്നുണ്ട്. നല്ല LNB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല സിഗ്നൽ കിട്ടും. ഓപ്പൺ ഏരിയ ആണെങ്കിൽ മാക്സിമം സിഗ്നൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് Intelsat 17 സാറ്റലൈറ്റിൻ്റെ. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ DB മീറ്ററിൽ ഓരോ ട്രാൻസ്പോണ്ടറിൻ്റെ സിഗ്നൽ ലെവലാണ് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വെർട്ടിക്കലും ഹൊറിസോണ്ടലും എല്ലാ ട്രാൻസ്പോർട്ടറും നമുക്ക് നല്ല സിഗ്നൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കൈരളിയുടെ TP ആണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കൈരളി ചാനലിന് 58% സിഗ്നൽ കിട്ടുന്നുണ്ട്. അത് ആ ഒരു MER എന്ന് പറയുന്നത് DB 9.5 വേണം. 9 ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീസിങ് വരും. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. Intelsat 17ന് ഒരു റെക്കമെൻഡഡ് ഡിഷ് സൈസ് എന്ന് പറയുന്നത് 8 ഫീറ്റ് തന്നെയാണ്. 8 ഫീറ്റ് ഡിഷ് പ്ലസ് യൂറോസ്റ്റാർ LNB ഉണ്ടെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല സിഗ്നൽ കിട്ടും നമുക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.